എന്തേ ഇത്ര ഉഷ്ണം? ചൂട് നേരത്തെ എത്തിയോ? കഴിഞ്ഞ ദിവസങ്ങളിൽ വെളിയിലിറങ്ങി ആരും ഒരുപക്ഷെ പറഞ്ഞു പോയിട്ടുണ്ടാകും. കാഠിന്യം കൂടിയ വെയിൽ നേരത്തെ എത്തിയെന്ന് മാത്രമല്ല, ശരീരത്തിന് അതീവ ഗുരുതരമായ UV റേസ് എന്ന് വിളിക്കാവുന്ന അൾട്രാ വയലറ്റ് വികിരണങ്ങളാണ് നമുക്കുമേൽ നേരത്തെ എത്തി പതിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നു. 2 പതിറ്റാണ്ടിലേറെയായി UV വികിരണങ്ങളുടെ അപകടകരമാം വിധമുള്ള പതനം നമ്മുടെ നാട്ടിൽ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. മാരകമായ ഇത്തരം പ്രകാശ വികിരണങ്ങൾ പ്രതീക്ഷിച്ചിരിക്കണമെന്നാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ്. അതായത് മാർച്ച് എത്തുന്നതിന് മുൻപേ തന്നെ സൂര്യൻ പണി തുടങ്ങിക്കഴിഞ്ഞു എന്ന്. ഓരോ വർഷം കൂടുന്തോറും ഈ ചൂട് കൂടിക്കൂടി വരികയാണെന്ന് അറിയാമല്ലോ. അപ്പോ മാർച്ച് ഏപ്രിൽ മാസത്തെ അപായ ഭീഷണി ഉയർത്തുന്ന ചൂടിന് വേണ്ടി കരുതൽ ഒരുക്കുക തന്നെ വേണം. ഈ സാഹചര്യത്തിൽ സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിൽ സംസ്ഥാനത്ത് വേനലിൽ സംഭവിക്കുന്നത് എന്താണ്? സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുന്നു. UV ഭീഷണിയിൽ കേരളം. മാർച്ച് ഏപ്രിൽ മാസങ്ങളാണ് അത്യുഷ്ണ മാസങ്ങൾ എന്ന് കണക്കാക്കുന്നത് എങ്കിലും വേനൽ ഫെബ്രുവരിയിൽ തന്നെ കനത്തു തുടങ്ങിയിട്ടുണ്ട്. മധ്യ കേരളത്തിലും തീരദേശങ്ങളിലും ഇടനാടൻ ഭൂപ്രകൃതിയുള്ള പ്രദേശങ്ങളിലും വൻതോതിൽ ചൂട് കൂടി. രാത്രികാലങ്ങളിൽ കിട്ടുന്ന ചെറിയൊരു തണുപ്പ് ഉഷ്ണത്തിലേക്ക് വഴിമാറിക്കൊണ്ടിരിക്കുന്ന ഘട്ടം കൂടിയാണിത്. ഇനി പകൽ ചൂട് കൂടുകയും രാത്രി തണുപ്പ് കുറയുകയും ചെയ്യും. സാധാരണ ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അനുഭവപ്പെടാറുള്ള UV സൂചികയിലെ ഉയർന്ന നിരക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയത് എന്നാണ് ഇപ്പോൾ ഏറെ ആശങ്ക ഉയർത്തുന്ന കാര്യം. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇട നൽകിയേക്കാവുന്ന 8-ന് മുകളിലേക്ക് ഈ സൂചിക എത്തിയിട്ടുണ്ട്. മുൻ വർഷങ്ങളിൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ UV സൂചിക 5 മുതൽ 7 വരെ എന്ന മിതമായ പരിധിയിലാണ് അനുഭവപ്പെട്ടിരുന്നത്. മാർച്ച് പകുതിക്ക് ശേഷമാണ് സൂചിക 10 കടക്കാറ്. ഇത്തവണ പക്ഷേ ഫെബ്രുവരിയിൽ തന്നെ 8-ലും 9-ലും ഒക്കെ എത്തിയിട്ടുണ്ട്. അടുത്ത 2 മാസങ്ങളിൽ കടുത്ത ചൂടിനും വരൾച്ചയ്ക്കും സാധ്യത പ്രവചിക്കുകയാണ് ഇപ്പോഴേ കാലാവസ്ഥാ വിദഗ്ധർ. ലോകാരോഗ്യ സംഘടന നിശ്ചയിച്ച മാനദണ്ഡങ്ങൾക്കനുസരിച്ച് 0 മുതൽ 11-ൽ കൂടുതൽ വരെയുള്ള സൂചികയിലാണ് അൾട്രാ വയലറ്റ് വികിരണ തോത് അളക്കുന്നത്. UV സൂചിക 1 മുതൽ 2 വരെ സുരക്ഷിതം, 3 മുതൽ 5 വരെ മിതം, 5 മുതൽ 7 വരെ ഉയർന്നത്, 8 മുതൽ 10 വരെ അതിശക്തം, 11+ അതീവ അപകടകരം. ഇങ്ങനെയാണ് കാറ്റഗറികളായി തിരിച്ചിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ കേരളത്തിൽ ഈ ഇൻഡെക്സ് 11 കടക്കാറുണ്ട്. ഓരോ ജില്ലകളിലും സജ്ജീകരിച്ച UV ബയോമീറ്ററുകൾ വഴിയാണ് ഈ ഇൻഡെക്സ് നമുക്ക് ലഭിക്കുന്നത്. ഈ ഭീഷണി നിലനിൽക്കുമ്പോൾ തന്നെ സൂര്യതാപം മൂലം നഷ്ടപ്പെടുന്ന ജീവനുകൾ നമ്മുടെ സജീവ ചർച്ചാ വിഷയമാകാത്തത് എന്തുകൊണ്ടാണെന്ന് കൂടി നമുക്ക് പരിശോധിക്കാം. സൂര്യാഘാതത്തെ തുടർന്നുള്ള നിർജ്ജലീകരണം മരണത്തിലെത്തുന്നത് ഹൃദയാഘാതം ഉൾപ്പെടെ മറ്റ് വഴികളിലൂടെയാണ് എന്നതാണ് ഇതിനുള്ള ഒരു കാരണം. അതുകൊണ്ട് തന്നെ അവ ആരോഗ്യ വകുപ്പിന്റെ കണക്കിൽപ്പെടുന്നില്ല. 2010 മാർച്ച് മാസത്തിലാണ് കേരളത്തിൽ ആദ്യമായി സൂര്യതാപം പാലക്കാട് റിപ്പോർട്ട് ചെയ്യുന്നത്. 2011-ൽ തൃശ്ശൂരിലും മറ്റ് പല ഉൾനാടുകളിലും റിപ്പോർട്ട് ചെയ്തു. ഈ നിരക്ക് ക്രമാതീതമായി ഉയർന്നത് 2019-ലാണ്. പിന്നീട് സൂര്യാഘാതം എന്നത് വാർത്ത ആവാതായി. സൂര്യാഘാതം വന്നവർ ആശുപത്രിയിലും പോകാത്ത അവസ്ഥയായി. കാലാവസ്ഥാ വ്യതിയാനവും ഓസോൺ പാളിയിലെ ബലക്ഷയവും തന്നെയാണ് UV വികിരണ തോത് വർദ്ധിപ്പിക്കുന്നത്. അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയറിലെ ഓസോൺ ആണ് അൾട്രാ വയലറ്റ് രശ്മികളെ തടയുന്നത്. അന്തരീക്ഷത്തിൽ നീരാവി കുറയുമ്പോൾ UV വികിരണങ്ങളെ തടയാനോ ചിതറിച്ചു കളയാനോ കഴിയാതെ വരുന്നു. ഇതേ തുടർന്ന് ഈ വികിരണം നേരിട്ട് ഭൂമിയിലേക്ക് പതിക്കുകയാണ്. ഉഷ്ണമേഖലാ പ്രദേശങ്ങൾക്ക് മുകളിലെ ഓസോൺ സാന്ദ്രതയിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റം പോലും UV വികിരണ തോതിൽ പ്രതിഫലിക്കും. കേരളം ഭൂമധ്യരേഖയ്ക്ക് അടുത്തായതുകൊണ്ട് തന്നെ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നതാണ് മറ്റൊരു കാരണം. സംസ്ഥാനത്ത് ചൂടിനൊപ്പം തന്നെ മാരകമായ അൾട്രാ വയലറ്റ് വികിരണ പതനം അപകടരേഖ കടന്നിട്ടും ഗൗരവ പഠനം നടന്നിട്ടില്ല എന്നറിയാമോ? 2007-2010 വരെ കാർഷിക സർവകലാശാല കാലാവസ്ഥാ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് UV വികിരണ തോത് സംബന്ധിച്ച ആദ്യ പഠനം നടന്നത്. ഡോക്ടർ പ്രസാദ് റാവുവിന്റെയും ഡോക്ടർ ഗോപകുമാർ ചോലയിലിന്റെയും നേതൃത്വത്തിലായിരുന്നു ആ പഠനം. ആ പഠനത്തിൽ അൾട്രാ വയലറ്റ് വികിരണങ്ങൾ വരും വർഷങ്ങളിൽ കൂടുമെന്നൊരു വിലയിരുത്തലുണ്ടായിരുന്നു. 2 പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും കുറെ UV ബയോ മാപ്പിനുകൾ സ്ഥാപിച്ചതല്ലാതെ കാര്യമായ തുടർ പഠനങ്ങൾ ഒന്നും നടന്നിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം. ദുരന്ത നിവാരണ വകുപ്പും അതേപോലെ കാലാവസ്ഥാ വകുപ്പും നിരന്തരം മുന്നറിയിപ്പുകൾ നൽകാറുണ്ട്. അവയെ മുഖവിലക്കെടുക്കണം, ജാഗ്രതയാണ് ആവശ്യം. തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാ വയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നത് സൂര്യതാപത്തിനും ത്വക്ക് രോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം.
പൊതുജനങ്ങൾ മുൻകരുതലുകൾ സ്വീകരിക്കണം. പകൽ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിൽ കൂടുതൽ നേരം ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കണം. ഇവ ഉൾപ്പെടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക എന്നത് മാത്രമാണ് ഈ ഘട്ടത്തിലെ പ്രതിരോധം. കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ മാറ്റങ്ങളിൽ തുടർ പഠനങ്ങൾ നിശ്ചയമായും വേണ്ടതാണ്. അതോടൊപ്പം പാരിസ്ഥിതിക സൗഹാർദ്ദ ജീവിതം പുലർത്തി നമ്മുടെ ലോകത്തെ മനോഹരമാക്കുക. കരുതൽ വിടരുത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് സമാപിക്കുന്ന നാളെ മറ്റൊരു വിഷയമായി വീണ്ടും ഇതേ സമയം. നമസ്കാരം.